ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ചന്ദ്രനഗറാണ് കേട്ടോ. പാലക്കാടിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള ചന്ദ്രനഗർ സർക്കിളാണ് ഈ കാണുന്നത്. ഇത് സേലം കൊച്ചിൻ ഹൈവേ. ഈ ഹൈവേൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്കൊരു 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും. അതുപോലെ KSRTC ആയാലും അതുപോലെ തന്നെ ലുലു മാൾ ആയാലും ഒലോക്കോട് ജംഗ്ഷൻ ആയാലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 4.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ളൂ. ഇവിടെ നമ്മൾ വാളയാർ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 21 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു റോഡിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 6 സെൻറ്റ് സ്ഥലം, 1000 സ്ക്വയർ ഫീറ്റ് വീട്, 2 വലിയ മാവുണ്ട്, നല്ല കായ്ച്ച് നിൽക്കുന്നത്. അതുപോലെ 2 തെങ്ങുണ്ട്. അതിൽ ഒരു തെങ്ങ് നന്നായി കായ്ക്കുന്നുണ്ട്, ഒരു തെങ്ങിൽ ഇപ്പോൾ പൂവിട്ടിട്ടൊക്കെ ഉള്ളൂ. പഴയ വീടാണ്, 20 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. വീടിന് അവർ വില പറയുന്നില്ല, ഫ്രീ ആയിട്ടൊരു വീട് തന്നെ പറയാം. അതുകൊണ്ട് വീടിന് വില പറയുന്നില്ല, സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അതും നെഗോഷ്യബിളാണ്. കണ്ടില്ല, മാങ്ങയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്, പച്ചയുണ്ട്, നല്ല മാങ്ങ കേട്ടോ. നമ്മൾ കഴിച്ച് നോക്കിയതാ. കണ്ടില്ലേ, ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട്, നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട്, നല്ല വെള്ളമുള്ള നല്ലൊരു കിണറും ഉണ്ട്. തേങ്ങയൊക്കെ ഉണ്ടല്ലോ, നല്ല കായ്ച്ച് നിൽക്കുന്ന നല്ലൊരു തെങ്ങാണ്. ഈ ഭാഗത്തും ഒരു തെങ്ങുണ്ട്, ഓപ്പോസിറ്റ് ഭാഗത്തും ഒരു തെങ്ങുണ്ട്. തേങ്ങയൊക്കെ ഒരു പറിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളം നോക്കാം, അത്യാവശ്യം നല്ല വെള്ളമുള്ള നല്ലൊരു കിണർ തന്നെയാണ് കേട്ടോ. നമുക്ക് ചുറ്റുവട്ടം ഒന്ന് ആദ്യം കാണാം, എന്നിട്ട് വീടിൻ്റെ ഉള്ളും നമുക്ക് നോക്കാം. വീട് പഴക്കമുണ്ട്, വീട് ഫ്രീ ആണ് പറയുന്നത്. വീട് നല്ല വീട് തന്നെയാണ് കേട്ടോ, നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള വീട് തന്നെയാണ്. ഇവിടെ നമുക്കൊരു പേരക്ക മരമുണ്ട് ബാക്ക് സൈഡിൽ. ഇവിടെയാണ് അലക്കല്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മേലെ അപ്സ്റ്റെയർ ഇടാം. അതുപോലെ തന്നെ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഹൈവേ നിന്ന് വളരെ നിയറസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ റെൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. ആൾക്കാർ ഇഷ്ടംപോലെ എടുക്കാൻ തയ്യാറായിട്ടുണ്ടാവും. ഇവിടെ കുറച്ച് പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇവിടെ വെളിയിലൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു തെങ്ങുണ്ട്, അത് പൂവിട്ടിട്ടേ ഉള്ളൂ. ടെറസ് ഏരിയ ഉണ്ടല്ലേ. ഇപ്പോൾ ഒരു ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡാൻസ് ക്ലാസ്സിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും പറ്റും. മാങ്ങയൊക്കെ ഉണ്ടല്ലേ, കൈ കൊണ്ട് വലിക്കാവുന്ന ഭാഗത്തിന് നിൽക്കുന്നുണ്ട്. ടോട്ടൽ നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മരങ്ങൾ രണ്ടും ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല വെയിൽ സമയമാണെങ്കിൽ കൂടി ഈ ഭാഗത്ത് ആ വെയിൽ നമുക്ക് അറിയുന്നില്ല. നല്ല രീതിയിൽ ഡ്രസ് വർക്കും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ശരിക്കും ഡാൻസ് ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുന്ന അതിനായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. ഹൈവേക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് ടൈൽസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ ഗ്രില്ലൊക്കെ വെച്ചൊരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. ക്ലാഡിങ് ടൈൽസൊക്കെ കൊടുത്തിട്ട് സിറ്റ് ഔട്ട് മൊത്തം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ തേക്കിൻ്റെ നല്ലൊരു ഡോറ്. കയറുമ്പോൾ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ്, അതിനോട് ചേർന്ന് ഡൈനിങ് സ്പേസ് രണ്ടും കൂടി ചേർന്ന് കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിലാണുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച് അല്ല കേട്ടോ, അറ്റാച്ച് ഇല്ലാത്തൊരു ബെഡ്റൂമാണിത്. ഇത്രയും മനോഹരമായിട്ടുള്ള വീടാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. സ്ഥലത്തിൻ്റെ പ്രൈസിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം. ഇത് ആ ബെഡ്റൂമിനെക്കാട്ടിയും കുറച്ചും കൂടി വലുപ്പമുണ്ട്. അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡുമാണ്. ഇവിടെ നമുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വീട് പഴക്കമുണ്ടെങ്കിൽ അത് നമുക്കവിടെ തോന്നിക്കുന്നേ ഇല്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇവിടെ നമുക്ക് TV യൂണിറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡൈനിങ് ടേബിളിനനുസരിച്ച് ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. കബോർഡ് വർക്കും കിച്ചൺ ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സ്പേസ്, സ്റ്റോറേജ് സ്പേസ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇന്ത്യൻ ടൈപ്പിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബാക്കിലോട്ട് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിണറുമാണ്.
സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. 6 സെൻറ്റ് സ്ഥലം, 1000 സ്ക്വയർ ഫീറ്റ്, 20 വർഷത്തിനടുത്ത് പഴക്കമുള്ള വീടാണ്. 2 ബെഡ്റൂമാണ് ഉള്ളത്. ഇതിന് ടോട്ടലായിട്ട് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് സെൻറ്റിന് 15 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീടും സ്ഥലം ഇഷ്ടമായെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനലിലെ വിജയം നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.